നമസ്കാരം, ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ബിനോയ് വിശ്വം MP-ക്ക് അന്തിക്കാട് സ്വീകരണം നൽകി. അന്തിക്കാട് സെന്ററിൽ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് സംസ്ഥാന സെക്രട്ടറിയെ സ്വീകരിച്ചത്. ചടയൻ സ്മാരകത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സംസ്ഥാന സെക്രട്ടറി പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് രക്തസാക്ഷി സ്മാരക വളപ്പിൽ ഫലവൃക്ഷത്തൈയും നട്ടു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ബിനോയ് വിശ്വം സംസാരിച്ചു. എല്ലാ വെല്ലുവിളിക്കും മുമ്പിലും ഉയർത്തിപ്പിടിക്കുന്ന ആയുധമാണ് ഇടതുപക്ഷമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പാർട്ടി വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നത്. പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം പോരാട്ട പാരമ്പര്യം കൂടിയാണെന്ന് നാം മനസ്സിലാക്കുന്നത്. നാം ജീവിക്കുന്ന കാലത്ത് ഒരുപാട് തെറ്റായ പ്രവണതകളും തെറ്റായ വാസനകളും സമൂഹത്തിലാകെ വ്യാപിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ജാഗ്രത വലിച്ചില്ലെങ്കിൽ അത്തരം വൈറസുകളുടെ ആക്രമണത്തിന് നമ്മളിലേക്കായി പോകും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ പറ്റി നമ്മളെ പഠിപ്പിച്ച നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. ആ വാക്ക് പറഞ്ഞപ്പോൾ അവരെല്ലാം നമ്മൾ പറഞ്ഞത് ഈ വലതുപക്ഷ മുതലാളിത്ത ചൂഷകവർഗ ആശയങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനു മുൻപിൽ പതറിപ്പോകാതെയും നിലവിളിക്കാതെയും നമ്മുടെ കൊടിയുടെ മൂല്യങ്ങൾ നമുക്ക് വേണ്ടി ധരിച്ച സാക്ഷികളുടെ ജീവിതപാഠങ്ങൾ അതെല്ലാം കൂടി ചേർന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ നാം ശക്തിയായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. KP രാജേന്ദ്രൻ, CN ജയദേവൻ, VS സുനിൽകുമാർ, റവന്യൂ മന്ത്രി K രാജൻ, MLA-മാരായ P ബാലചന്ദ്രൻ, CC മുകുന്ദൻ, KP സന്ദീപ്, രാകേഷ് കണിയാമ്പറമ്പിൽ, PK കൃഷ്ണൻ, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് വലപ്പാട് നടന്ന ഭാരതീയ പട്ടികജന സമാജം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റ്, സ്റ്റൈഫൻഡ്, ഫെലോഷിപ്പുകൾ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ പിണർമുണ്ട പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർപേഴ്സൺ രശ്മി സുമേഷ് അധ്യക്ഷത വഹിച്ചു. പിന്നോക്ക വിഭാഗം വികസന കോർപ്പറേഷൻ മുൻ ഡയറക്ടർ VR ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. KK ശിവരാമൻ, രാജു കുംബ്ലാൻ, അഡ്വക്കേറ്റ് ഷിബു എറണാകുളം, VT ഭാരത് രാജ് കോഴിക്കോട്, ഷൺമുഖൻ കല്ലായി, PK അജിത് കുമാർ, TV വിശ്വമിത്രൻ, MV ലാലു, PK ബാബു, സാവിത്രി ചന്ദ്രൻ, അനിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് KS അനിൽകുമാർ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, ട്രഷറർ ഷൺമുഖൻ കല്ലായി എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തിരഞ്ഞെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ DYFI ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി DYFI മണലൂർ മേഖലാ കമ്മിറ്റി കാൽനട ജാഥ നടത്തി. അയ്യപ്പൻകാവ് സെന്ററിൽ DYFI മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ VN സുർജിത്ത് ജാഥ ഉദ്ഘാടനം ചെയ്തു. അരുൺ ആനന്ദ് അധ്യക്ഷനായി. ജാഥ സമാപന സമ്മേളനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി മെമ്പർ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CITU കേന്ദ്ര കമ്മിറ്റി മെമ്പർ രാമചന്ദ്രൻ മണിക്കത്ത്, അഞ്ജന TB, നിവിൻ മനോഹരൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നാട്ടിക 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിരാ പ്രിയദർശിനി കോൺഗ്രസ് കുടുംബ സംഗമവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, പഞ്ചായത്ത് മെമ്പർ ബിന്ദു പ്രദീപ്, നാട്ടിക പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ കമല ശ്രീകുമാർ, പുഷ്പാങ്കദൻ ഞായക്കാട്ട് എന്നിവർ സംസാരിച്ചു. കെ രാമൻ, വിശ്വനാഥൻ കൊടപ്പുള്ളി, പ്രസാദ് വെള്ളാഞ്ചേരി, അക്ബർ വലിയകത്ത്, സുബ്രഹ്മണ്യൻ മന്ത്ര,
വിജയൻ കൊടുവത്ത്, ജഗജീവൻ ചക്കാമടത്തിൽ, അബ്ദുള്ളക്കുട്ടി മുസ്ലിയാം വീട്ടിൽ, റസാഖ് മുസ്ലിയാം വീട്ടിൽ, ശ്രീദേവി സദാനന്ദൻ, ഗീതാഞ്ജലി തിലകൻ, സത്യഭാമ രാമൻ, പ്രമീള പൂക്കാട്ട്, സരള കുറുപ്പൻ, സുലേഖ പോക്കാക്കിലത്ത്, കാഞ്ചന ജയൻ, രമണി ചക്കണ്ടൻ, ശരണി മായാരണൻ, റെജി ഭുവനേശ്വരൻ, കുമാരൻ ചക്കാണ്ടൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തി. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊടുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കാലഘട്ടത്തിന്റെ തിരിച്ചറിവ് മനസ്സിലാക്കി, കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി, ഈ സർക്കാരിനെതിരെയുള്ള, ഭരണാധികാരികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ 100% പിന്തുണ കൊടുക്കാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഴുവൻ സംവിധാനവും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാൻ, പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഏപ്രിൽ മാസമോ മെയ് മാസത്തിലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ 3 സ്ഥാനാർത്ഥികളുടെയും വിജയം നമുക്ക് ആവർത്തിക്കാൻ സാധിക്കും. നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ പുതിയ ഭാരവാഹികൾക്ക് ഹാരാർപ്പണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് C പ്രമോദ്, സോയ ജോസഫ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ അനീഷ ശങ്കർ, അഖിൽ കേച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, PK രാജൻ, CM നൌഷാദ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ MV അരുൺ, PB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ സന്ദേശം ഫാദർ മെഫിൻ തെക്കേക്കര നൽകി. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും നടന്നു. ഇടവക വികാരി ഫാദർ സിൻഡോ മാടവന, കൈക്കാരന്മാർ, കൺവീനർമാർ, കുടുംബ സമ്മേളന ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. തളിക്കുളം അയ്യപ്പ ഭക്ത ജനസമിതിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി വ്യാസാനഗറിൽ 2ാമത് ദേശവിളക്ക് ആഘോഷിച്ചു. വിശേഷാൽ ചടങ്ങുകൾ, പ്രസാദഊട്ട് എന്നിവയ്ക്ക് നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ആലയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം വരവും ഉണ്ടായിരുന്നു. നെടിയംകുളങ്ങര ഭജൻസ് അവതരിപ്പിച്ച ഭജന, മഴവിൽ മനോരമ കിടിലം വിന്നേഴ്സ് ശ്രീശാസ്ത ആലപ്പാട് അവതരിപ്പിച്ച ചിന്തുപാട്ട് ഉൾപ്പെടെ വിവിധ വാദ്യമേളങ്ങളോടുകൂടിയ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, പന്തലിൽ ശാസ്താംപാട്ട്, തുടർന്ന് വിളക്ക് ആചാര ചടങ്ങുകൾ എന്നിവയും നടന്നു. ദേശവിളക്ക് ജനറൽ കൺവീനർ KB ശ്രീജിത്ത്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.